മലപ്പുറത്തു നിന്ന് വരുന്ന ഒപ്പന ടീമിൽപ്പെട്ട ഒരു കുട്ടിയോട് മണവാട്ടിയുടെ വേഷം ധരിച്ചിരിക്കുന്ന കുട്ടിയെടുത്ത് അവൻ്റെ മൂരി ശൃംഗാരം കണ്ടല്ലോ മതിലിനോട് ചേർത്ത് നിർത്തി നല്ല ഇടി കൊടുക്കാൻ തോന്നും. എനിക്കതാ തോന്നിയത്. അത് കാണുന്ന നിങ്ങൾക്കും അത് തന്നെ തോന്നും. അതിൻ്റെ വിഷ്വൽസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ല കാണിക്കാത്തത്, അത്രയും അശ്ലീലമായതുകൊണ്ടാണ്. ഇവരൊക്കെ മാധ്യമ പ്രവർത്തകനെന്ന് പറയുന്നത് മാധ്യമ ലോകത്തിന് അവമാനമാണ്. ഇയാൾ കാണിക്കുന്ന വൃത്തികേട് കണ്ടപ്പോഴാണ് സത്യത്തിൽ ബോച്ചെ എത്ര പുണ്യവാനാണ്, എത്ര വിശുദ്ധനാണ് എന്ന് നമുക്ക് തോന്നുന്നത്, എത്ര നമുക്ക് മനസ്സിലാവുന്നത്. അതിനെ അനുകൂലിച്ചുകൊണ്ട് അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ മൊട്ട നടത്തുന്ന പരാമർശങ്ങളും കാണുമ്പോൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ വല്ല ഇടിവെട്ടുണ്ടായിട്ട് ഇവൻ്റെ ചാനൽ കത്തിപ്പോണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു പോകും. ഇത്രയും ആഭാസന്മാരാണ്, ഇത്ര വൃത്തികെട്ടവന്മാരാണ്, ഇത്രയും താഴ്ത്തവന്മാരാണ് ഈ ചാനൽ പ്രവൃത്തിയും കൊണ്ടെടുക്കുന്നത്. ഇതിന് മാധ്യമ പ്രവർത്തനം എന്നല്ല, മാധ്യമ വ്യഭിചാരം എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ഇതിൽ കുറഞ്ഞ ഒരു വാക്കുകൊണ്ടും ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുകയില്ല. ഇവർ ഈ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അതിന് പിന്നൊരു അന്തസ്സുണ്ട്. ലൈംഗിക തൊഴിലാളികളുടെ ജോലിക്ക് പോലും ഒരു അന്തസ്സുണ്ട്, അതിനൊരു മാന്യതയുണ്ട്. യുവന്മാർ കാണിക്കുന്ന ഈ വൃത്തികേട് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പറയാൻ ഇതിനേക്കാളും വൃത്തികെട്ട വാക്കുകൾ എനിക്ക് അറിയാൻ പാടുന്നതുകൊണ്ടല്ല, ഇത് കേൾക്കുന്ന ആളുകളുടെ മനോനില ആലോചിച്ചിട്ട് മാത്രമാണ് ഇത് പറയാത്തത്. ബോച്ച എത്ര പുണ്യവാനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ മരമുറി ചാനലിലെ 7ാം കൂലികൾ നടത്തുന്ന ഈ കലാപരിപാടി കാണുമ്പോഴാണ്. കൂടുതൽ പറയാത്തത് കേൾക്കുന്ന ആളുകളെ ഉദ്ദേശിച്ച് മാത്രമാണ്. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.